ഹായ് ഫ്രണ്ട്സ്, ഡ്രീമികൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു DIY വീഡിയോ ആണ്. നമ്മുടെ കയ്യിലൊരു ജീൻസ് പാൻ്റാണുള്ളത്. ഈ ഒരു ജീൻസ് പാൻ്റ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ, ഇതൊരൊറ്റ ജീൻസ് പാൻ്റാണ്. ഈ ഒരു ജീൻസ് പാൻറ് നമുക്ക് എങ്ങനെയെല്ലാം ഉപകാരത്തിലാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ജീൻസ് പാൻറ്റൊക്കെ ഉപകാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറുതായി പോയാലൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇനി ഒഴിവാക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് ജീൻസ് പാൻറ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജീൻസ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇതാണ് ജീൻസ് പാൻറ്റിൻ്റെ ഒരു കാൽഭാഗം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന് ഏകദേശം ഞാൻ ഇത്ര നീളം എന്ന് പറയുമ്പോൾ ഒരു 8 ഇഞ്ചോളം വരും. 8 ഇഞ്ചോളം നീളത്തിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു 8 ഇഞ്ചോളം 8-9 ഇഞ്ചോളം നീളത്തിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ സിസർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗം മറിച്ചിടുകയാണ്. കണ്ടോ, ഇങ്ങനെ പുറം ഭാഗം മറിച്ചിട്ടതിന് ശേഷം ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുറം ഭാഗത്ത്, താഴ്ഭാഗത്ത് പുറം ഭാഗത്തായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്തോട് ഇങ്ങനെ കൈ ഇട്ടിട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ കോണാക്കി ഒന്ന് പിടിക്കുക. ഇവിടെ കോണാക്കി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ പാർട്ട് ഇത്രത്തോളം നീളത്തിൽ, 1 ഇഞ്ചോളം നീളത്തിൽ ഇങ്ങനെയല്ല, ഇങ്ങനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ 2 ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു ബോക്സ് ടൈപ്പിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 2 പാർട്ടിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 2 പാർട്ടിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം. പുറം മറിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ബോക്സ് ടൈപ്പിൽ നമുക്കിതിനെ കിട്ടുന്നതാണ്. കണ്ടോ, അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ ക്ലോത്ത് ആയതുകൊണ്ട് ഇത് ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ആയിട്ട് അത് നിൽക്കുന്നതാണ്. ശേഷം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്ലവറോ ലേസോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. താഴ്ഭാഗമൊക്കെ കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ത്രെഡ്, നീഡിൽ പോലത്തെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ട് അരിയോ ഈർച്ചപ്പൊടിയോ ഇതിൽ നിറച്ചതിന് ശേഷം സിസർ, കത്തി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെറുതെ കളയുന്ന ജീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സംഭവം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിൽ ചോക്ക് ഉപയോഗിച്ചിട്ട്. ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസാണുള്ളത്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു മെഷീൻ സ്റ്റിച്ചിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഒരു കുഞ്ഞ് സ്പേസ് ഒഴിച്ചിട്ടിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ പറഞ്ഞതുപോലെ ഞാനിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. നമ്മൾ ഒഴിച്ചിട്ട ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടം വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ബോ ആണ്.
ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ചതുരത്തിലുള്ള ബോ ആണ്. ഈ ഒരു ബോ അധികം ആരും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ വേസ്റ്റ് ക്ലോത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേങ്കിൽ ജീൻസ് ആകുമ്പോൾ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഒരു പാർട്ടിനെ ഞാനിങ്ങനെ ഉൾഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ബോനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനൊരു സ്റ്റിച്ചിനെ കൂടെ ആഡ് ചെയ്യാണ്, അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നൂല് സൂചി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാനൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തുന്നി കൊടുത്തു. ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്ലവറിന് അറ്റാച്ച് ചെയ്യാം. ബട്ടണ്, ഷോ ബട്ടണ്, പ്രസ് ബട്ടണ് എല്ലാത്തിനെയും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വലിയ ബട്ടൺസിനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബോക്സിലൊക്കെ നമുക്കിതിങ്ങനെ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പ്ലെയിൻ ആയിട്ടുള്ള ഉടുപ്പിലൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഹെയർ ബാൻഡ്, ക്ലിപ്സ് അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഡെക്കറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോ ആണത്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ചതുരത്തിലുള്ള 5 പീസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസിനെ ഞാനിങ്ങനെ കോണാക്കി മടക്കിയതിന് ശേഷം ഒന്നുകൂടെ അതിനെ കോണാക്കി മടക്കുകയാണ്, കണ്ടോ. എന്നിട്ട് നമ്മുടെ ത്രെഡും നീഡിലും ഉപയോഗിച്ചിട്ട് താഴ്ഭാഗത്തൂടെ ഞാൻ റണ്ണിങ് സ്റ്റിച്ചിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ വലിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കതിനെ കിട്ടുന്നതാണ്, കണ്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പെറ്റലും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 5 പെറ്റലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനിതിനൊന്ന് കൂട്ടി യോജിപ്പിച്ച് തുന്നുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുന്നി കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൗണ്ടിൽ, അതിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ടിൽ ഒരു വലിയ ഹോള് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ ഒരു ഹോള് കാണാത്ത രീതിയിൽ ഞാനൊന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് ഇതിനൊന്നുകൂടെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഒരു പ്രസ് ബട്ടനാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു പ്രസ് ബട്ടനെ ഞാൻ മറ്റൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം മറ്റൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ ഞാൻ ജീൻ ക്ലോത്തിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഹാഫ് കർവ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിനെ തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫ്ലവറും ആദ്യം ഉണ്ടാക്കിയ നമ്മൾ ഫ്ലവറും ഒരേ സെയിം മെത്തേഡാണ്, റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. പക്ഷേങ്കിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസവും ലുക്കിലുള്ള വ്യത്യാസവും മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കുന്ന മെത്തേഡ് സെയിം ആണ്. തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ് ഇതെല്ലാം. പിന്നെ ജീൻസ് ക്ലോത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ക്ലോത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ജീൻസ് ക്ലോത്ത് ആണെങ്കിൽ അത് കുറച്ചുകൂടി റേറ്റ് വരുന്ന ക്ലോത്താണ്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഉടുപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്കതിനെ തോന്നുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പെറ്റലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിപ്പോൾ ഈ ഒരു പെറ്റൽ എന്ന് പറയുന്നത് ഒരു കർവ് ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലാണ് നമുക്കിതിനെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മറ്റ് 2 പെറ്റലൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 3 പെറ്റലിനെ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് 3 പെറ്റലായിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് 5 പെറ്റലായിട്ടൊക്കെ ഒരു വലിയ ഫ്ലവറായിട്ടും ഇതിനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനൊരു ബീഡാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരു വലിയ ബീഡിനെയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത 3 ഫ്ലവർ കണ്ടോ, ഒരു ബോയും 2 ഫ്ലവറും ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജീൻസിൻ്റെ താഴ്ഭാഗമൊക്കെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമാണുള്ളത്. ഈ ഒരു മുകൾ ഭാഗത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്. ഇതിപ്പോൾ ഒരു ബാഗാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചതുരത്തിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനിങ്ങനെ ചതുരത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിന് ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട്, ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്ലോത്ത് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു ക്ലോത്ത് കൂടെ ഞാൻ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ. അപ്പോൾ ഈ 2 ക്ലോത്തിനെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് പോക്കറ്റും ഫ്രണ്ട് പോക്കറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ബോക്സ് ടൈപ്പിലുള്ള ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇതിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ശേഷം നമുക്ക് ഈ ഹാങ് ചെയ്യാനുള്ള ഈ ഒരു ക്ലോത്ത് കൂടെ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബാഗിനെ ഇവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മളുടെ ബാഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളില്ലെങ്കിലും ഇപ്പോൾ നടക്കാനൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു ബാഗാണിത്. ഒരു വെള്ളക്കുപ്പി, ഫോണ്, പേഴ്സ്, ഹെഡ്സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല ബാഗാണിത്. പിന്നെ ഇത് ഇപ്പോൾ ജീൻസിൻ്റെ ടൈപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്ത് ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ.